അത് നിന്റെ വനത്തിൽ നീ നീതിരിക്കപ്പെടുകയും നിരനായ വിധികൾ നീ ജയിക്കുകയും ചെയ്യുമായിട്ട് തന്നെ. എന്തുകൊണ്ടെന്നാൽ അന്യാജ്ഞാനിൽ ഭവിച്ചു പാവങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാവങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയിൽ നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവമ്പിൽ എന്നെ തള്ളിക്കളരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ അടുക്കുകയും അരുതേ. നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ആത്മക്കാരെ നിന്റെ വഴി ഓടിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപകയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ നാവിനെ എഴുതിയെ സ്തുതിക്കും. ദൈവമേ, എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായന്റെ സ്തുതികൾ പാടുകൊണ്ടെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താലേ സഖിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയുടെ ബലികളിലും ഹോമബലികൾ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിമേൽ കാഴ്ചകൾ ബലിയായി കരയേറ്റും. ദൈവമേ, യോഗ്യമാവുന്നു. ബാറക്കുമോ. മറിയാൻ പറഞ്ഞെന്നാൽ എൻ്റെ കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നതിനായി ദൈവത്തിന് സന്തോഷിച്ചു. എന്നാൽ അവൻ ദാസിയുടെ താഴ്ചയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതുപോലെ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്ന് ശക്തിമാന്റെ നാം പരിശുദ്ധമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവന് ഭയപ്പെടുന്നവേ തലമുറകളായി വംശങ്ങളായി ഉണ്ടാകുന്നു. അവൻ തന്നെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ കൃതിചാരത്യങ്ങൾ ആകാരികളായി അവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. ആവശ്യമുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നന്മാരെ വ്യർത്ഥമാക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോട് അവന്റെ സന്തതിയോട് സംസാരിച്ച പ്രകാരം എന്നേക്കും തന്റെ കരുണ ഓർക്കുകയും ചെയ്തു. ബാറക്കുമോ. Yeah.
കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളിയെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. എൻ്റെ ഞെരുക്കനാളിൽ നിന്റെ മുഖം എന്നിൽ നിന്ന് മറക്കരുതേ. എന്നാലോ ഞാൻ നിന്നെ വിളിക്കുന്ന ദിവസത്തിൽ എങ്കിലേക്ക് നിന്റെ ചെവി അയച്ച് വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്തെന്നാൽ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോയി, എൻ്റെ അസ്ഥികൾ വെന്തവെണ്ണീറായി, എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിക്കരഞ്ഞു. എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിക്കരിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ആഹാരം ഞാൻ മറന്നുപോയി. എൻ്റെ നെരുവെപ്പുകളുടെ ശബ്ദം നിമിത്തമായിട്ട് എൻ്റെ മാംസം അസ്ഥികളോട് പറ്റിപ്പോയി. ഞാൻ വനത്തിലെ കാക്കയ്ക്ക് തുല്യനായി, ഞാൻ ശൂന്യപ്രദേശത്തെ നത്തുപോലെയായി. പുരയ്ക്കുമേൽ പറക്കുന്ന പക്ഷിയെപ്പോലെ ഞാൻ തലിച്ചു ശേഷിച്ചു. എൻ്റെ ശത്രുക്കൾ നിത്യവും എന്നെ നിന്ദിച്ചു. എന്നെ സ്തുതിക്കുന്നവർ എന്നെ നശിപ്പിപ്പാൻ ശപഥം ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആഹാരം പോലെ ചാരം തിന്നു. എൻ്റെ പാനീയത്തെ ഞാൻ കണ്ണുനീരിന് കലർത്തി. അത് നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ. എന്തെന്നാൽ നീ എന്നെ ഉയർത്തുകയും പിന്നെ എന്നെ തള്ളിയിടുകയും ചെയ്തു. എൻ്റെ ദിവസങ്ങൾ നിഴൽ പോലെ ചാഞ്ഞുപോയി. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോവുകയും ചെയ്തു. കർത്താവേ, നീ എന്നേക്കും നിലനിൽക്കുന്നു. നിന്റെ ഓർമ്മ തലമുറയായിട്ട് നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സിഹ്യോനോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അതിനോട് കരുണ ചെയ്യുവാനുള്ള കാലമെടുത്തു. എന്തെന്നാ നിന്റെ ദാസന്മാർ അതിൻ്റെ കല്ലുകളിൽ ഇഷ്ടപ്പെടുകയും അതിൻ്റെ മണ്ണിനെ സ്നേഹിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവേ, പുറജാതികൾ നിന്റെ തിരുനാമത്തെയും ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം നിന്റെ ബഹുമാനത്തെയും ഭയപ്പെടും. എന്തുകൊണ്ടെന്നാൽ കർത്താവ് സിഹ്യോനെ പണിയുകയും അവൻ മഹത്വത്തിൽ കാണപ്പെടുകയും ചെയ്യും. അവൻ അഗതികളുടെ പ്രാർത്ഥനയെ കടാക്ഷിക്കും. അവരുടെ പ്രാർത്ഥനകളെ നിരസിക്കാതിരിക്കുകയും ചെയ്യും. വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഇതെഴുതപ്പെടും. സൃഷ്ടിക്കപ്പെടുന്ന ജനം കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സിഹ്യോനിൽ കർത്താവിൻ്റെ നാമത്തെയും യെരൂശലേമിൽ അവൻ്റെ മഹത്വത്തെയും അറിയിക്കുവാൻ വേണ്ടി ബന്ധിക്കപ്പെട്ടവൻ്റെ നെടുവീർപ്പിനെ കേൾപ്പാനും മക്കളെ മരണത്തിൽ നിന്നും വിടുവിപ്പാനുമായിട്ട് കർത്താവ് തൻ്റെ വിശുദ്ധിയുടെ ഉയരത്തിൽ നിന്നും സൂക്ഷിച്ചു നോക്കുകയും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തൃക്കൺ പാർക്കുകയും ചെയ്തു. അത് കർത്താവിനെ സേവിപ്പാൻ പുറജാതികളും രാജ്യത്വങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ അവർ തങ്ങളുടെ ഭൂമിയിൽ എൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു. എൻ്റെ നാളുകളുടെ ചുരുക്കത്തെ എന്നെ അറിയിക്കണമേ. എൻ്റെ നാളുകളുടെ മധ്യത്തിൽ എന്നെ കരയേറ്റിക്കൊണ്ട് പോകരുതേ. നിന്റെ സംവത്സരങ്ങൾ തലമുറയുമായി മാത്രം ഇരിക്കുന്നു. ആദിയിൽ നീ ഭൂമി അടിസ്ഥാനപ്പെടുത്തി, ആകാശങ്ങളും നിന്റെ കൈവേലയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ അവ ഭേദപ്പെടുകയും ചെയ്യും. നീ യഥാക്രമം ഇരിക്കുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിന്റെ ദാസന്മാരുടെ മക്കൾ ദേശത്തെ വസിക്കും. അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ സ്ഥിരമായിരിക്കുകയും ചെയ്യും. ദൈവമേ, സ്നേഹിക്കുമാകുന്നു, ബാറയ്ക്കുമോ.
എല്ലാ ധന്യരെക്കാളും നീ ഭാഗ്യവതിയാകുന്നു. കാണാവതല്ലാത്ത തന്റെ ആജ്ഞത്താൽ സർവലോകത്തെ വഹിച്ചിരിക്കുന്ന ലോകങ്ങളുടെ പരാക്രമശാലിയെ വഹിക്കുകയും ഓമനിച്ച് ചുംബിക്കുകയും ചെയ്ത മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. ഗോകുൽത്താ മലമുകളിൽ ഉദയം ചെയ്യുകയും പിശാചിനെ ബന്ധിക്കുകയും ലോകത്തെ സമാധാനപ്പെടുത്തുകയും ചെയ്ത രക്ഷകൻ നിന്നിൽ നിന്നും ജാതനാകിയാൽ അമ്മേ, നീ ഭാഗ്യവതിയാകുന്നു. ശ്രോപ്പേന്മാരാരുടെ മുമ്പിൽ മുഖം മൂടുന്നുവോ ആയവനെ വാരിയെടുത്ത ഉമവച്ച പരിശുദ്ധ മാതാവേ, അമ്മ ഭാഗ്യവതിയാകുന്നു. ലോകമാരിൽ നിന്ന് ജീവനും പ്രകാശവും പാനം ചെയ്യുന്നുവോ അവനെ ഒരു ശിശുവിനെ എന്ന പോലെ മുല കൊടുത്ത് വളർത്തിയ മാതാവേ, അങ്ങ് ഭാഗ്യവതിയാകുന്നു. അങ്ങയുടെ ഓർമ്മ നാനാഭാഗങ്ങളിലും മുഴങ്ങുകയും ഏറന്മാരും മനുഷ്യരും നിന്നെ ആഘോഷിക്കുകയും ചെയ്യുമെന്നതിനാൽ മാതാവേ, അങ്ങ് ഭാഗ്യവതിയാകുന്നു. തന്റെ മാതാവിന്റെ ഓർമ്മയെ ശ്രേഷ്ഠപ്പെടുത്തിയ നല്ലവനായ കർത്താവേ, നിന്റെ മാതാവിന്റെ ഓർമ്മയെ ബഹുമാനിച്ചിട്ടുള്ള പരേതരെയും ജീവനുള്ളവരെയും നിന്റെ കരുണയാൽ നീ പുണ്യപ്പെടുത്തണമേ. ദൈവപുത്ര, 9 മാസം നിന്നെ വഹിച്ച നിന്നെ പെറ്റ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങളിൽ നിന്നും കോപവടികളെ നീക്കിക്കളയണമേ. മഹാപരിശുദ്ധ സ്ഥലത്തെ സകല വിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനവാൻ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അട്ടഹസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതികൂലതകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാതിൽ സകല നന്മകളുടെയും ഭണ്ഡാരവും നിന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായി ഞങ്ങളുടെ നാഥയായ കന്യകയെ, ബലഹീനരായി ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭാരിക്കുമോ ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന വചനമായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, വായുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിപ്പാൻ മനുഷ്യാവതാരം ചെയ്ത മശിഹായുടെ പരിശുദ്ധയായ ദൈവമാതാവേ, പരിശുദ്ധാത്മനിർഭരനായി യഹസ്കിയേൽ ദീർഘദർശി അത്യുന്നതന്റെ വാഹനമായിട്ട് ആരെ ദർശിച്ചു? ആ ജഡീകരതമായ പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗത്തിലേക്ക് കരേറ്റുന്ന ഗോവണിയായി യാക്കോബാരെ ദർശിച്ചു. ആ സ്വർഗീയ ഗോവണിയായ പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിവ്രതയായ പരിശുദ്ധ ദൈവമാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേതസ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ പരിശുദ്ധ ദൈവമാതാവേ,
പ്രകാശത്തിന്റെ ഭവനവും ഔദാര്യത്തിന്റെ പ്രതീകവും ജീവന്റെ മണവറയും അത്യുന്നതങ്ങളിലെ മഹാരാജാവിന്റെ പള്ളിയറയും സ്വർഗീയ മണവാളന്റെ മണവറയുമായ പരിശുദ്ധ ദൈവമാതാ ആവേ. പീഡനം അനുഭവിക്കുന്നവരുടെ സംരക്ഷകയും ക്ലേശിതരുടെ ആശ്വാസവും ദരിദ്രരുടെ ശ്രീഭണ്ഡാരവും ദൂരസ്ഥരുടെ മാർഗദൈവവും സമീപസ്ഥരുടെ സങ്കേതസ്ഥലവുമായ പരിശുദ്ധ ദൈവമാതാവേ. വ്യക്തികളുടെ മോചനവും അടിമകളുടെ സ്വാതന്ത്ര്യവും ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെട്ടവരുടെ ആശ്വാസവും സകല ജരാജങ്ങളുടെയും രാജ്യമായ പരിശുദ്ധ ദൈവമാതാവേ. പരിശുദ്ധ ദൈവമാതാവേ, അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകളെ മായ്ക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഊടുവഴി നേരെയാക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങണമേ. ഞങ്ങളുടെ യുവാക്കളെ കൃപയോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ ദൈവത്തിൽ വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥന്മാരെ കാത്തുകൊള്ളുകയും അങ്ങനെ പോയിരിക്കുന്നവരെ സമാധാനത്തോടെ തിരികെ വരുത്തുകയും ചെയ്യണമേ. ബലഹീനന്മാരോട് കരുണ ചെയ്യണമേ. വെടിപ്പുള്ള നിന്റെ യോഗ്യമായ പ്രാർത്ഥനയാൽ പരിഭാഗത്തിലുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാക്കണമേ. നിത്യരാഴ്ച വിശ്വാസികളായ വാങ്ങിപ്പോവരോട് കരുണ ചെയ്യണമേ. ബലഹീനരായ ഞങ്ങളെയും സകല മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സമ്മാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനത്തെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച് 3 പ്രാവശ്യം കുറിയേലായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. പറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകോത്തരനും സർവ്വലോകൾക്കും വേവിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് സമർപ്പണവനും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇഷ്ടപ്രകാരം സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധയിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധനെ അറിയാവുന്ന നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി താൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് കാത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രായുധത്തിന് അവസാനത്തിനുമായ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും
ദിവ്യന്മാരും സ്ത്രീയന്മാരും അത് സംസാരിച്ചതായി ജീവന് വിശുദ്ധിയുമുള്ള ഉറവായാലും കാതോലിയോ സ്ലേഹിയുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സ്തോമൻ കാലസ് റിയലൈസോ റിയലൈസോ റിയലൈസോ. സ്തുതിയോട് രാജമകൾ ലോയ നിൻവലമായി രാജഭാമിനിയും നിഴകരജൻ മോഹിപ്പാൻ ഭാജനമേ തൃക്കരജങ്ങളെ അറിവാൻ പക്കലപേക്ഷയവേക്കണം സൗമൻ കാലോസ് കുറിയലായിസോ അന്നമകൾ കായേ ശ്ലോമോ വാങ്ങേതുവരെ നിന്നോട് കൂടെ നിന്നിൽ താനുദയമരും വാരിക്കുമോ അഖില ജഗൽ പടിയെ നായകനായേറ്റി ഘോഷിച്ച ഗതി ബഹുമാനിച്ചു മറിയാം വലുരാം പടവായിരായി മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും തീരണം. ദൈവമാതാവേ, നിനക്ക് ഭാഗ്യം. സകല വംശങ്ങളും നിന്നെ ഭാഗ്യവതിയെ പോയെത്തുന്നു. എന്തെന്നാൽ ശക്തനും പരിശുദ്ധനാമുള്ളവനുമായ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. തന്റെ രക്ഷാകരമായ പീഡാനുഭവം മൂലം മൺപീനായ ആദാമിന്റെ കടച്ചിട്ട് കീറി ആദാമ്യകുലത്തെ പാവമരണത്തിൽ നിന്ന് ജീവിപ്പിക്കുവാനും പാപം മൂലം നഷ്ടപ്പെട്ടു പോയ അവകാശത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരികെ കരയേറ്റുവാനും വേണ്ടി അത്യുന്നതങ്ങളിലെ മഹിമാസനത്തിൽ വിശുദ്ധ മാലാഖമാരാൽ പരിസേവിതനായിരിക്കെ പിതാവിന്റെ നിയോഗമനുസരിച്ച് ആകാശം ചായ്ച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ പിതൃനിയോഗ പ്രകാരം പരിശുദ്ധ റൂഹായാൽ പവിത്രീകരിക്കപ്പെട്ട തന്റെ നിർമ്മല ഗർഭപാത്രത്തിൽ വഹിച്ച പരിശുദ്ധ ദൈവമാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പോടെ ബേദ്ലഹേം ഓഫ്രോത്തായി പ്രസവിച്ച പരിശുദ്ധ കന്യകയായ മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. ഹവ്വായുടെ അനുസരണക്കേട് മൂലം മനുഷ്യജാതിക്കുണ്ടായ കടങ്ങളും പാപങ്ങളും പരിഹരിപ്പിക്കാൻ മനുഷ്യാവതാരം ചെയ്ത മശിഹായുടെ പരിശുദ്ധ മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. സീനായി മലയിൽ വെച്ച് മൂസ ദീർഘദർശി എരിതയിൽ എരിയാതെ നിൽക്കുന്നതായ ദർശിച്ച മുൾപടർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു? ആ പരിശുദ്ധ കന്യകയായ മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഗോവണിയായി യാക്കോബ് ആരെ ദർശിച്ചു? ആ സ്വർഗീയ ഗോവണിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. അതിശോഭേറിയ മശിഹാരംഭരാകുന്ന മശിഹ മഹാസൂര്യനെ ലോകത്തിന് വെളിപ്പെടുത്തിയ അനന്താകാശമായ മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. സകല ചരാചരങ്ങളുടെയും ശാന്തിയും സമാധാനവുമാകുന്ന മധുര പരിമളമായി സ്വയം അർപ്പിച്ച സാക്ഷാൽ സ്വർഗീയ പരിമളത്തെ താഴ്വഴിയായി ലോകത്തിന്റെ സമാധാനത്തിനും ആശ്വാസത്തിനും ആനന്ദത്തിനും വേണ്ടി പുറപ്പെടുവിച്ച മഹാപ്രധാനാചാര്യന്റെ രൂപകലശമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കണമേ. കാനാവിലെ കല്യാണ വിരുന്നിൽ നള്ളിച്ചെന്ന് അവിടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എളുപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും മരിച്ചുപോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുക്കളുടെ സംരക്ഷകയും യുവദേവാക്കൻപാട് നല്ല പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ സംരക്ഷകയും ക്ലേശിതരുടെ ആശ്വാസവും ദരിദ്രരുടെ ശ്രീഭണ്ഡാരവും ദൂരസ്ഥരുടെയും മാർഗദീപവും സമീപസ്ഥരുടെ സങ്കേത സ്ഥലവുമായ വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യുന്നതങ്ങളുടെ മഹിമാസനത്തിൽ മാലാഖമാരുടെ ലഗിയോനുകളാൽ അനവരതം പ്രകീർത്തിതനായിരിക്കുന്നവനെ വിശുദ്ധവും ലളിതവുമായ ചെറുകൈകളിലെടുത്ത് ആഘോഷിച്ച വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, നിന്റെ കരുണയ്ക്കായി കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന ഞങ്ങളിൽ മനസ്സലിയണമേ. ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളിൽ കുരുടരായിരിക്കുന്നവർക്ക് കാഴ്ച നൽകണമേ. തളർന്നവരെ ബലപ്പെടുത്തണമേ. ചെകിടരെ കേൾവിയുള്ളവരാക്കണമേ. സംസാര ശക്തിയില്ലാത്തവർക്ക് സംസാര ശക്തി നൽകി അനുഗ്രഹിക്കണമേ. മുടന്തന്മാർക്ക് സഞ്ചാര ശക്തി നൽകണമേ. ബുദ്ധിഹീനർക്ക് സുബോധവും ബുദ്ധിയും പ്രദാനം ചെയ്യണമേ. മനം തകർന്നവരെയും ജീവിത നൈരാശ്യം സംഭവിച്ചവരെയും ആശ്വാസത്തിന്റെയും ശാന്തിയുടെയും തുറമുഖത്തെത്തിക്കണമേ. പരിശുദ്ധ മാതാവേ, ദുഃഖങ്ങളിലും ദുഷ്കാലങ്ങളിലും ഞെരുക്കങ്ങളിലും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിലും ദുർമടികളും ദുരാഗ്രഹികളുമായ അധികാരികളിലും അസൂയാലുക്കളായ വഞ്ചകരുടെ ഒളിയമ്പുകളിലും കെണികൾ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിലും അധർമ്മത്തിലേക്ക് നയിക്കുന്ന പൈശാചിക പ്രലോഭനങ്ങളിലും ഞങ്ങളെ രക്ഷിക്കണമേ. വന്നതും വരുന്നതും വരുവാനിരിക്കുന്നതുമായ സകല സങ്കടങ്ങളിലും ആപത്തുകളിലും നീ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. ഞങ്ങളുടെ ശിശുക്കളെ ബാലാരിഷ്ടത കൂടാതെ ആരോഗ്യത്തോടെ വളർത്തിത്തരണമേ. വിദ്യാർത്ഥികളെ ദൈവഭയവും ഗുരുഭക്തിയുമുള്ളവരാക്കി തീർക്കണമേ. വൃദ്ധന്മാരെയും വൃദ്ധകളെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും കാത്തുകൊള്ളണമേ. വിധവകൾക്ക് അമ്മയെ അവിടുത്തെ താങ്ങും തണലുമായിരിക്കണമേ. അനാഥരെ സംരക്ഷിച്ച് സഹായിക്കണമേ. കാണാതെ പോയവർ സമാധാനത്തോടെ തിരിച്ചെത്തുമാറാകണമേ. സന്താന ഭാഗ്യമില്ലാതെ നിത്യ ദുഃഖത്തിൽ കഴിയുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അവരെയും സന്തോഷിപ്പിക്കണമേ. ദരിദ്രരെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും സമാശ്വസിപ്പിക്കണമേ. വിവിധ രോഗങ്ങളിലും പ്രകൃതികോപങ്ങളിലും ഞങ്ങളുടെ അധ്വാനങ്ങളെയും ദേഹണ്ഡങ്ങളെയും കണ്ണുകാലുകളെയും സംരക്ഷിച്ച് സമാധാനവും ഐശ്വര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇടിനാദത്തിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്മേൽ തന്റെ ചിറക് ബന്ധിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ട് പാടി ഉറക്കിയ അമ്മേ, ഞങ്ങൾ വിശുദ്ധ റൂഹായുടെ ആലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരമായ സ്തുതികളും ഗീതങ്ങളും ഞങ്ങളുടെ നാവുകളിൽ ഉയരുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. അമ്പേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയ വിശ്വാസികളായ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. ഹോശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.